ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ദ വൈഡസ്റ്റ് ഫേസ്, നമ്മുടെ ലൈഫിലെ ഒരു വൈഡസ്റ്റ് ഫേസിനെ കുറിച്ചാണ്. അതായത് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 25 to 30. ഇതിനെ എന്തുകൊണ്ടാണ് മോസ്റ്റ് വൈഡസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോസ്റ്റ് കൺഫ്യൂസിങ് ഫേസ് എന്നൊക്കെ പറയുന്നത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ വീഡിയോസിൽ കമൻ്റ് ഇടുന്ന ആളുകളുടെ മീൻസ് എത്ര വലിയ കമൻ്റ് ആണെങ്കിലും ഞാനിരുന്ന് വായിക്കാറുണ്ട്. ഓൾറെഡി ഒരാൾ എനിക്ക് മെസ്സേജ് അപ്പോൾ പറഞ്ഞായിരുന്നു, അറ്റ്ലീസ്റ്റ് മെസ്സേജ് ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങളിടുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും മിസ് ചെയ്യാറില്ല, ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ വായിക്കാറുണ്ട് കേട്ടോ, അതോർത്ത് പേടിക്കണ്ട, വായിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ്, അതായത് നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 25 to 30, ഈ ഒരു ഏജ് എന്തുകൊണ്ടാണ് ഒരു വൈഡസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഏജിനെ ഞാൻ ഗ്രോത്തിങ് ഫേസ് എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 25 to 30 എന്ന് പറയുന്ന ഏജിനുള്ളിലാണ് നമ്മൾ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്കതിന് മുന്നേ വരെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, വലിയ ഫ്രണ്ട് സർക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ഫ്രണ്ട് സർക്കിളിനെ എല്ലാം ചുരുക്കി ഒന്നോ രണ്ടോ അല്ലെ വിരലിലുണ്ടാവുന്നവരാക്കി മാറ്റും. നമ്മൾ കുറേ കൂടെ മെച്ചുവേർഡ് ആവും, ലൈഫിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കും. ചിലർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ടാവാം, ചിലർ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. അതുപോലെ കുറേ പേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം, കുറേ പേര് ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ടാവാം, കുറേ പേര് ഇപ്പോഴും സിംഗിളായിട്ട്, കുറേ പേര് വീട് വെച്ചിട്ടുണ്ടാവും, വണ്ടി മേടിച്ചിട്ടുണ്ടാവും, പാരൻസ് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ റിയലൈസേഷൻ എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്താണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നൊരു പീരീഡാണ് ഈ പറഞ്ഞ ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞ പോലെ, എൻ്റെ ഫ്രണ്ട് ഇപ്പോഴേ നല്ല രീതിയിൽ സെറ്റിലായി, അവരൊക്കെ രക്ഷപ്പെട്ടു, ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കാം. അവരൊക്കെ രക്ഷപ്പെട്ടു, എനിക്കെന്താ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിനെ ഒരിക്കലും ഒരു വൈഡസ്റ്റ് ഫേസ് എന്ന് എനിക്ക് വിളിക്കാൻ ആഗ്രഹമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരു പീരീഡാണിത്. കൺഫ്യൂഷൻസ് ഉണ്ടാവാം, മേ ബി ഈ പറഞ്ഞ പോലെ ജോബിൻ്റെ കേസിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ഫാമിലിയുടെ കേസിലാണെങ്കിലും ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു അതാണ് ഇനി അടുത്ത ഒരു കുറച്ച് നാളത്തേനുള്ളതിൻ്റെ റിസൾട്ട്. ഇപ്പം പണിയെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ ട്രസ്റ്റ് ദ ടൈമിങ്, ആ ഒരു കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് സെറ്റിലാവാൻ പറ്റിയില്ല, അല്ലെ എനിക്ക് ഈ ഒരു ഏജ് സെറ്റിലാവാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ സെറ്റിൽ ആവത്തില്ലെന്നല്ല. കുറച്ച് സമയം എടുത്താലും ഞാൻ വെൽ സെറ്റിൽ ആവും. അതാണ് കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും വേണ്ടത്. ഓക്കെ, ഇപ്പം ഓൾറെഡി സെറ്റിൽ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് നല്ല കാര്യം, അവരങ്ങനെ തന്നെ പോട്ടെ, നല്ല രീതിയിൽ തന്നെ പോട്ടെ. പക്ഷെ നമ്മൾ അതിനെ വിചാരിച്ച് അസൂയപ്പെട്ടല്ലെങ്കിൽ അവർ നല്ല കാലമായി എനിക്ക് ചീത്തക്കാലം, ആ ഒരു രീതിയിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അവർക്ക് എന്താണോ അവരുടെ ടൈമിങ് അതായിരിക്കും, അവരുടെ ടൈമിങ്ങിലായിരിക്കും അവർ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവുക. നമുക്കിനി കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട്, നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പരീക്ഷണം ദൈവം തരുന്നത്. സോ നമ്മൾ അങ്ങനെ വേണം വിശ്വസിക്കാൻ. ട്രസ്റ്റ് ദ ടൈമിങ്, ആ ഒരു കോട്ടിനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. നിങ്ങളുടെ സമയം എപ്പോഴാണോ നല്ല ഇത് ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ വീടാണേലും കാറാണേലും എല്ലാം നോക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫേസിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതായത് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഫാമിലിയായിട്ട് മുന്നോട്ട് പോവുക, ഇങ്ങനെ ഒരുപാടുള്ള കാര്യങ്ങൾ മനസ്സിൽ വരും. നിങ്ങളിപ്പോൾ ഇടുന്ന എഫേർട്ട് അത് മാറ്റർ ചെയ്യും. വൈ? ബിക്കോസ് ഇപ്പോൾ ഇടുന്ന എഫേർട്ടാണ് പിന്നത്തെ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചെറിയ സ്റ്റെപ്പ് നമ്മുടെ കരിയറിൽ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല വെറുതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ എന്താ പറയുക ഒരു ഡൗൺഫോളിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇന്നേ എഫേർട്ട് ഇട്ട് ചെറിയ കാര്യങ്ങൾ തുടങ്ങി വെച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് പതിയെ ഗ്രോത്ത് ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു ഏജിൽ നമുക്ക് മെച്ചുവേർഡ് ആവുന്ന കുറേ റിയലൈസേഷൻസ് ഉണ്ടാവുന്ന ഒരു ഏജുമാണിത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആവാൻ ഒരുപാട് വലിയ സർക്കിൾ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ എന്ന് പറയാൻ വിശ്വസിച്ച് നിൽക്കുന്ന 1-2 പേര് അത് മതി, അതിനപ്പുറം വേണമെന്നൊന്നുമില്ല. അതേപോലെ നമ്മൾ പണ്ട് ഭയങ്കര ഫ്രണ്ട്സാന്ന് വിചാരിച്ചവർ നമുക്ക് ആരും അല്ലാതെ മാറിയിട്ടുണ്ടാവാം.
അല്ലെ ഈ പറഞ്ഞ പോലെ ഓരോ പ്രായത്തിലുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് അതൊന്നും ഒന്നും അല്ലായിരുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. കുടുംബത്തിലോട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ഫേസ് ആയിരിക്കും ഇത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി, എനിക്ക് അവരെ നോക്കിയേ പറ്റത്തുള്ളൂ, അല്ലെ എൻ്റെ ചേട്ടന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അവരെ നോക്കി നിൽക്കാൻ പറ്റില്ല, എൻ്റെ ചേച്ചിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്, എൻ്റെ ചുറ്റുപാടുള്ളവരെ സേഫ് ആക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു ടൈമും പീരീഡും കൂടിയാണിത്. ഈ റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും നമുക്കൊരു പ്രഷറായിട്ട് തോന്നരുത്. അങ്ങനെ പ്രഷറായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം മടുപ്പായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും പ്രഷറായിട്ട് മനസ്സിൽ കാണാം. ഇതൊക്കെ നമ്മുടെ ഗ്രോത്താണ്. ഇവിടെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ റിയലൈസേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻസ് ഉണ്ടാവാം, അത് നോർമലാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ഫേസിനെ ഒരിക്കലും ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ്, ഭയങ്കര കഷ്ടകാലം അങ്ങനെയൊന്നും വിചാരിച്ച് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ഞാൻ ലാസ്റ്റ് ഡേ ഒരു റാൻഡം ഒരു ഇൻസ്റ്റാഗ്രാം ഒരു കോട്ട് കണ്ടതാണ്, ഏജ് ബിറ്റ്വീൻ 25 to 30 ഈസ് എ വൈഡസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വൈഡസ്റ്റ് ഫേസ് ഒന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണിയെടുക്കാൻ പറ്റും, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഇന്നിടാൻ പറ്റുന്നതിൻ്റെ എഫേർട്ട് 100% എങ്കിൽ 100% ഇടുക. അതിൻ്റെ റിസൾട്ടൊക്കെ താനേ വന്നോളൂ. സോ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കാം, പക്ഷേ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് കൺഫേം ആണ്. അതുകൊണ്ട് ആരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ട്രസ്റ്റ് ദ ടൈമിങ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.